പറ കാനഡ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് പറ ബേബി. എന്നാലും പറ ബേബി, ഒന്ന് കേക്കട്ടെ. എന്നാലും ബേബിക്കുള്ള ശരിക്കുള്ള എക്സ്പീരിയൻസ് പറഞ്ഞത്. എന്നാലും അതെന്താ അങ്ങനെ? 2 ദിവസമായിട്ടില്ലേ വന്നിട്ടുള്ളൂ? എങ്ങനെയാണ്? ഇവിടെ നോക്കി പറ. പൈസ സമ്പാദിക്കണ ഇങ്ങോട്ട് വരാ ബേബി, അല്ലാതെ ജോലി കിട്ടിയാലല്ലേ പൈസ സമ്പാദിക്കാൻ പറ്റൂ. ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടും, അത് കിട്ടില്ല എന്നല്ല. ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ വേറൊരു കാര്യം പഠിക്കണം, അതിന് നമ്മൾ പൈസ കൊടുക്കണം. അതാണ് ഇവിടത്തെ കാര്യം, പിന്നെ അല്ലാതെ വേറൊന്നുമില്ല. പിന്നെന്താ, വേണമെങ്കിൽ പുതിയ പുതിയ കൾച്ചറിന് വേണ്ടി ഇങ്ങോട്ട് വരാ ബേബി. എന്നിട്ട് എങ്ങനെയുണ്ട് കൾച്ചറൊക്കെ? കൾച്ചറോ എക്സ്ട്രീം കൾച്ചേഴ്സ് ആണ്. എങ്ങനത്തെ? ഫുൾ ഫോർമാലിറ്റി ബേബി. ആണോ? ഫോർമാലിറ്റി ഇഷ്ടമല്ലേ ബേബിക്ക്? കൂടുതൽ ഫോർമൽ ആവും. ആവുന്ന നല്ലല്ലേ? നമ്മൾ അല്ലാതെ ആയി പോകും. ബേബി ഇപ്പം ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും താങ്ക് യും സോറിയും ഒക്കെ പറയാൻ പഠിച്ചോ? നല്ലോണം. നമ്മൾ സാധാരണ ബസ് കണ്ടക്ടറിൻ്റെ അടുത്ത് കണ്ടക്ടറിൻ്റെ അടുത്തും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ അടുത്തും കൂടി ചേട്ടാ ചേട്ടാ എന്ന് പറയുന്നതാണ്. ഇവിടെ വന്നപ്പോൾ മര്യാദ കൂടി. ബട്ട് ഒരു രീതിക്ക് അത് നല്ലതാണ്. ഇന്ത്യൻ കൾച്ചർ ഇതൊക്കെ കയറ്റി വിടുന്നത് നല്ലത് തന്നെയാണ്. ഇതേ പോയിട്ട് അവിടുത്തെ KSRTC ആളുടെ അടുത്ത് പറഞ്ഞ ആള് യൂണിയനായി എങ്ങനെയായി ഇരിക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെയാവും. അതെ, പ്രൈവറ്റൈസേഷൻ എപ്പോഴും നല്ലത് തന്നെയാണ്. നമ്മളവിടെ പ്രൈവറ്റൈസ്ഡ് ഫേംസ് ഒക്കെ അല്ലേ കുറച്ചും കൂടി മര്യാദ. കള്ളുടിച്ചിട്ടുണ്ടോ അതോ തണുപ്പുകൊണ്ട് നാവ് കുഴയുന്നതാണോ ബേബി? തണുപ്പുകൊണ്ട് ഈ ജാക്കറ്റ് ഒന്നുമല്ല, 3 ഡ്രസ് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇത്രയും തണുക്കണത്. അയ്യോ, നല്ല ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്നില്ല ബേബി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് അഡ്വാൻറ്റേജ് കൂടുതലാണ്. കുളിക്കണ്ട, നനയ്ക്കണ്ട, പല്ല് മാത്രം തേച്ചാൽ മതി. പിന്നെ ഡ്രസ്സ് കഴുകുകയും വേണ്ട, കാരണം വേർക്കില്ല. 4 ദിവസത്തിലൊരിക്കൽ ഒരു ഡ്രസ്സ് കഴുകിക്കഴിഞ്ഞാൽ 4 ദിവസം ഇട്ട് കഴിഞ്ഞാൽ 5-ാം ദിവസം ഒന്ന് കഴുകിയാൽ മതി. അത് വേണമെങ്കിൽ